നമ്മൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല അല്ലേ? നമ്മളൊന്നും യന്ത്രമൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. മനുഷ്യന് തെറ്റുപറ്റാം. മനുഷ്യൻ തെറ്റുപറ്റുമ്പോൾ എന്തോ മനുഷ്യൻ ക്ഷമ ചോദിക്കും. ക്ഷമ ചോദിക്കുമ്പോഴത്തേക്കും മറ്റ് മനുഷ്യർ ക്ഷമിച്ചു കൊടുക്കണം. ഇപ്പം ലാസ്റ്റ് ഫൈനലിൽ വന്നല്ലോ, ഫൈനൽ കാണിച്ചപ്പോഴത്തേക്കും എൻ്റെ ഒരു സീൻ കാണിച്ചില്ലല്ലോ അവിടെ ബിഗ് ബോസിൽ. അത് തെറ്റാണ്. ഓക്കെ, നമ്മൾ എത്രയൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നാലും ശരി, ഇപ്പം എൻ്റെ ഉള്ളിൽ എനിക്കേ അറിയാവൂ. ഞാൻ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ട് ഞാൻ അതിന് ഇതിൽ വെളിയിൽ പോയതാണ്. അപ്പോൾ അതിൻ്റെ വിഷമം എനിക്കറിയാം. ഐ ആം നോട്ട് ഇന്റലിജന്റ്, ഐ ആം നോട്ട് സ്മാർട്ടസ്റ്റ്, ഐ ആം നോട്ട് ബിഗ്ഗസ്റ്റ്, ഐ ആം നോട്ട് ടോളസ്റ്റ്. ഞാൻ ഒന്നുമല്ല, ഞാൻ നത്തിങ്. പക്ഷെ എനിക്ക് കറേജ് ഉണ്ട്. നിങ്ങൾ ടോക്ക് ചെയ്ത് അവരെ അസോൾട്ട് ചെയ്യുന്നില്ല, എഡി പോടി എന്ന് വിളിച്ച് റസ്മി നിങ്ങൾ പറയാൻ എഡി എന്ന് വിളിക്കുന്നുണ്ട്. എന്താടി പറയുവടി ചെയ്യുവടി എന്ന് പറഞ്ഞു നിങ്ങൾ കൈയും കെട്ടി ഇങ്ങനെ മസലും പരിപ്പിച്ച് ആ കുട്ടിയുടെ മൂക്കിനെ തുമ്പ് വരുന്നതാണ് സംസാരിച്ചത്. എന്നെ പ്രൊവോക്ക് ആക്കുന്നതാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അതല്ലേ അതിന്റെ സ്ട്രാറ്റജി. ഇറ്റ്സ് എ പ്രൊവോക്കിംഗ് ഷോ മാൻ. ഞാൻ ചുമ്മാ ഇരിക്കണോ? പ്രൊവോക്കിംഗ് ഗെയിമർ അല്ല. നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. ഞാൻ ചെയ്തത് കുറ്റമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ കുറ്റബോധപ്പെടും. മനസ്സിലായോ? ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും കുറവ് മാപ്പ് ചോദിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. എനിക്ക് മാപ്പിനൊക്കെ വിലയുണ്ട്. സോറിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വാക്ക്. ആ സോറിക്ക് അവിടെ പുല്ല് വിലയാണ്. ഏറ്റവും കൂടുതൽ സോറി പറഞ്ഞ ആളിനാണ് ബിഗ് ബോസ് കപ്പ് കൊടുത്തത്. ഇപ്പൊ ഗബ്രി ആണെങ്കിലും അവിടെ ഇരുന്ന് പറയുന്നത് സ്ഥാനത്തിട്ട് പലവട്ടം പറഞ്ഞ് വേദനിച്ചിട്ടാണ് ഞാൻ പ്രൊവോക്ഡ് ആയെന്ന് പറയുന്നത്. കിട്ടും ഇവിടെ എന്നെ അറിയാൻ അവിടെ പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ എന്നെ എറി. രതീഷിന്റെ ദാരിദ്ര്യ കഥ കേട്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് പറയാത്തത് തന്നെ. അപ്പം അതായത് എൻ്റെ അച്ഛനും അമ്മയും ഒരു ലഡു വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ പിച്ച് തന്നു, ഒരു പടക്കം വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പൊട്ടിച്ചു എന്നൊക്കെ അതിന്റെ പിറ്റേ ദിവസം പറഞ്ഞില്ല. അപ്പൊ അതെങ്ങനെ മൈൻഡിൽ കിടക്കണേ? ഈ അടിക്ക് ഒരു 5 ഡയലോഗ് ആയിരുന്നു റോക്കി പറഞ്ഞത്. എന്ത് പറയുമായിരുന്നു? റോക്കി അല്ലാതായിരിക്കണം. റോക്കി അല്ലാതായിരിക്കണം. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചിലവർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യും, ചിലവർ നിങ്ങളുടെ മൂക്കിന്റെ തുമ്പ് വരും, ചിലവർ നിങ്ങളുടെ മുടിയുടെ ചുറ്റിലും കിടന്ന് കളിക്കും. നിങ്ങൾ പക്ഷെ അവരെ നിങ്ങൾ ഉപദ്രവിക്കുക, അടിക്കുക എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ ടോക്ക് ചെയ്ത് അവരെ അസോൾട്ട് ചെയ്യുന്നില്ല, എഡി പോടി എന്ന് വിളിച്ച് റസ്മി നിങ്ങൾ പറയാൻ എഡി എന്ന് വിളിക്കുന്നുണ്ട്. എന്താടി പറയുവടി ചെയ്യുവടി എന്ന് പറഞ്ഞു നിങ്ങൾ കൈയും കെട്ടി ഇങ്ങനെ മസലും പരിപ്പിച്ച് ആ കുട്ടിയുടെ മൂക്കിനെ തുമ്പ് വരുന്നതാണ് സംസാരിച്ചത്. അതൊക്കെ ഒരു മാന്യതയാണോ? അപ്പൊ നിങ്ങൾ പറയാം നിങ്ങളുടെ ഗെയിം സെഗ്മെന്റ് ആണോ? ഏതൊരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. എന്നെ പ്രൊവോക്ക് ആക്കുന്നതാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അതല്ലേ അതിന്റെ സ്ട്രാറ്റജി. ഇറ്റ്സ് എ പ്രൊവോക്കിംഗ് ഷോ മാൻ. ഞാൻ ചുമ്മാ ഇരിക്കണോ? അപ്പൊ അതിന്റെ രീതിക്ക് തിരിച്ച് മാന്യമായിട്ട് ബിഹേവ് ചെയ്യണം. അതല്ലേ നല്ലൊരു ഗെയിമർ. നിങ്ങളൊരു നല്ല ഗെയിമർ അല്ലായിരുന്നു, നിങ്ങളൊരു പ്രൊവോക്കിംഗ് ഗെയിമർ അല്ല. നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. ഇല്ല ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തുടരണമായിരുന്നു. പോയിന്റിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ ടോപ്പ് 5 വരുമായിരുന്നു. വിജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാരും തന്നെ ഒറ്റയടിക്ക് അങ്ങ് കയറി വിജയിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഉറപ്പായിട്ടും അല്ല. അമിതാഭ് ബച്ചൻ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോഴും പുള്ളിക്കാരന്റെ സൗണ്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ എല്ലാരെയും ആദ്യം ആൾക്കാർ റിജക്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്റെ ജീവിതത്തിലെ വലിയൊരു വീഴ്ച തന്നെയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഒരാളുടെ ജീവിതം വരെ താറുമാറാക്കിക്കൊണ്ട് മറ്റൊരു പ്ലെയറുടെ താങ്കൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലായിരിക്കാം. താങ്കൾ തന്നെ പറഞ്ഞിട്ട് താങ്കൾക്ക് പൈസയൊന്നും വലിയ കാര്യമല്ല. പക്ഷേ താങ്കൾക്ക് ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ് താങ്കൾ ഈ ഷോയിലേക്ക് വന്നത്. പക്ഷേ സിജോ എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വന്നതായിരിക്കാം. താങ്കളുടെ ഈ ഒരു പ്രൊവോക്കിംഗ് ഹിറ്റിംഗ് ഉണ്ട് അവിടെ സംഭവിച്ച അദ്ദേഹത്തിന് നല്ലപോലെ കളിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ഇപ്പോഴും ഒരു കുറ്റബോധം, ഒരു ലെവലേഷോ കുറ്റബോധം ഇല്ലാതാണ് ഇപ്പോഴും ആ സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഹേറ്റേഴ്സ്. അതായത് ഞാൻ ചെയ്തത് കുറ്റമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ കുറ്റബോധപ്പെടും. മനസ്സിലായോ? ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും കുറവ് മാപ്പ് ചോദിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. എനിക്ക് മാപ്പിനൊക്കെ വിലയുണ്ട്. മനസ്സിലായി? ചുമ്മാ ആവശ്യമില്ല. ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് വിളിക്കുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കണ്ടസ്റ്റന്റ് പേര് വിളിച്ചോട്ടെ തന്നെ സോറി സാർ വിളിക്കുമ്പോഴേ സോറി പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണ് സോറിക്കൊക്കെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സോറിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വാക്ക്. ആ സോറിക്ക് അവിടെ പുല്ല് വിലയാണ്. ഏറ്റവും കൂടുതൽ സോറി പറഞ്ഞ ആളിനാണ് ബിഗ് ബോസ് കപ്പ് കൊടുത്തത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സോറി പറയുന്നത് തെറ്റ് ചെയ്യുമ്പോഴല്ലേ ബ്രോ സോറി ചെയ്യുന്നത്? തെറ്റ് മിസ്റ്റേക്ക് അല്ലേ ബ്രോ? അപ്പൊ നിങ്ങളുടെ മൈൻഡ് ഔട്ട് ആണെന്ന് ഞാൻ പറയാം. കാരണം നോർമൽ ആയിട്ടൊരു മാൻ ഒരിക്കലും ഇത് പറയില്ല. ഒരാൾ ഇത്ര അടിച്ച് തകർത്തിട്ട് നിങ്ങൾക്ക് അതിൽ ഒരു കുറ്റബോധവും ഇല്ല, സോറി പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? പോയി ബ്രോ, അത് തീർന്നില്ല. അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് സിജോയോട് അങ്ങനെ എന്റെ ഇതിൽ അവന് ഹർട്ടായി. ഇപ്പൊ ഞാൻ അടിച്ചത് അവന് വേദനിച്ചു. ആ വേദനിച്ചതിനോട് ഞാൻ സിജോയോട് സോറി പറഞ്ഞിട്ടുണ്ട്.
ഞാൻ സിജോയുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, എന്റെ നെഞ്ച് പൊട്ടിയാണ് സോറി പറഞ്ഞത്. അതിനകത്ത് അതിനപ്പുറം ഒരു മനുഷ്യന് സോറി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാനത് പറഞ്ഞു. അത് പറഞ്ഞപ്പോ എന്തായി, അത് പറയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളെ വിട്ട് മറ്റേ ചെളിയിലിട്ട് ചവിട്ടുന്ന രീതി. ശരിക്കും റോക്കി, നിങ്ങൾ ബിഗ് ബോസിൽ പോയത് ശരിക്കും അവിടെ കളിക്കാനാണോ അതോ ഇത് ആൾക്കാരെ മനഃപൂർവ്വം പ്രൊവോക്കേഷൻ ഉണ്ടാക്കി? നിങ്ങൾ പറഞ്ഞു നിങ്ങളെയാണ് പ്രൊവോക്കേഷൻ, നിങ്ങളാണ് അവിടെ പ്രൊവോക്ഡായി ആൾക്കാരെ അടിച്ച് ജനശ്രദ്ധ നേടാനല്ലേ നിങ്ങൾ ശരിക്കും ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ. സിജോട്ടെ കൈക്കൂലി മേടിച്ചോണ്ടാണ് എന്നെ ഇവിടെ വിളിച്ചോണ്ട് കൊണ്ടുവന്നിട്ട്. സിജോ എനിക്ക് അറിയ പോലും, എനിക്ക് അറിഞ്ഞൂടാ സിജോ, കാരണം അയാൾ ഇന്റർവ്യൂ പോലും ആർക്കും കൊടുത്തിട്ടില്ല. ഞാനൊരു പ്രേക്ഷക എന്ന നിലയിലാണ് റോക്കിയോട് സംസാരിച്ചത്. ഇപ്പോഴും ലെവലേശം ഒരു എന്താ പറയാ, ഒരു ദയയുടെ ലാഞ്ചന പോലും കണ്ണാടി കണ്ണു വെച്ചിരിക്കുന്നത് ഇത് കാണാൻ എനിക്ക് അറിഞ്ഞൂടാ, കണ്ണുകളിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ദയ. പക്ഷെ ഹൃദയത്തിൽ അതുപോലും ഇല്ലാതാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ അവൻ്റെ അടുത്ത് വീണ്ടും സോറി ചോദിച്ചത്. ഞാനിപ്പോൾ ഈ ഇടയ്ക്കും ലൈവ് ഇട്ടിട്ട് ഞാൻ 100 days ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ബ്രോ. എൻ്റെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആണിത്. ഓക്കെ, പിന്നെ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും കൊടുത്തില്ല. ഇത് ഫസ്റ്റ് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് റിയലി താങ്ക് യു സോ മച്ച് നിങ്ങളെ ഈ ചാനലിൽ. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തുറന്ന് ഞാൻ ഇതോടുകൂടി ഇന്റർവ്യൂ നിർത്തും. ഞാൻ ഈ ബിഗ് ബോസിൻ്റെ പുറകെ ഇങ്ങനെ തൂങ്ങിപ്പോയി, അതിൻ്റെ പുറകെ പോയി കോൺട്രവേഴ്സി ഉണ്ടാക്കി, അവരെങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, രാവിലെ കഴിച്ചിട്ട് മറ്റവരെന്ത് പറഞ്ഞു, അങ്ങനെ ജീവിക്കുന്ന ഒരാളെ അല്ല ഞാൻ. പക്ഷേ എങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാനും അങ്ങനെ ആയിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കുണ്ടായ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഈ കോൺട്രവേഴ്സിയിലൊക്കെ ചെന്ന് അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു, മറ്റവരെന്ത് പറയുന്നുള്ള ആ ഒരു രീതിയിൽ പോയിട്ട് അതിലും എനിക്ക് കുറേ പ്രോബ്ലംസുകൾ പറ്റി. അതായത് നമ്മുടെ നമ്മൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല, അല്ലേ? നമ്മളൊന്നും യന്ത്രമൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. മനുഷ്യന് തെറ്റ് പറ്റാം. മനുഷ്യന് തെറ്റ് പറ്റുമ്പോൾ മനുഷ്യൻ ക്ഷമ ചോദിക്കുമ്പോഴത്തേക്ക് മറ്റു മനുഷ്യർ ക്ഷമിച്ചു കൊടുക്കണം. അല്ലാതെ ചോദിക്കുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നണം മനസ്സിൽ നിന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ജെന്യുയിൻ ആയിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതി എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ല. കണ്ടവർക്ക് അറിയാം. പിന്നെ അത് ഡെയിലി രാവിലെ എഴുന്നിട്ട് എനിക്ക് വന്നിട്ട് സോറി പോസ്റ്റ് ഇട്ടിട്ടൊന്നും തുടങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ആക്ടിവിറ്റി ഡോസ് പോകും. അപ്പോഴത്തേക്കും അവൻ അങ്ങനെ ചെയ്തിട്ട് അവൻ നടക്കുന്ന കണ്ട, അവൻ്റെ അഹങ്കാരം കണ്ട, അവൻ്റെ അതാണ് ഇതാണെന്നുള്ള ലെവലിൽ ആൾക്കാർ വീണ്ടും അത് സംസാരിച്ച് ഇപ്പോഴും നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം അല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? വേറൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഈ ബിഗ് ബോസിൽ 16 ദിവസത്തിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഈ ഒരു പ്രോബ്ലം അല്ലാണ്ട് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു? ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് അല്ലാതെ ഞങ്ങളോട് ചോദിക്കാൻ, അതാണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഔട്ട് ഓഫ് ബിഗ് ബോസ് എന്ത് മിസ്റ്റേക്കാണ് ഞാൻ കാണിച്ചത്? എന്നെ ബിഗ് ബോസ് വഴിയല്ലേ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ഞാൻ എന്ത് മിസ്റ്റേക്കാണ് കാണിച്ചത്? എന്ത് മിസ്റ്റേക്ക് കാണിച്ചു നിങ്ങൾ? ഞങ്ങൾ കുറെ കാലമായിട്ട് പിന്നെ റോക്കിയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം. അപ്പോഴൊന്നും ഇന്റർവ്യൂ തന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ തരാൻ മനസ്സ് കാണിച്ചത്? അതുകൂടാതെ ഇനി തിരിച്ച് അവർ വിളിക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? വിളിച്ചിട്ട് എവിടെ പോകാൻ വേണ്ടിട്ട് ചെന്നൈയിൽ പോയി ഒരു കറങ്ങിട്ട് തിരിച്ചു വരാം. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ ഉള്ളിലുള്ളത് കൊണ്ടായിരുന്നു ഇപ്പോ ഇന്റർവ്യൂ തരികയും നേരത്തെ തരാതിരിക്കുകയും ചെയ്തിരുന്നത്? ഇല്ല, അങ്ങനെയല്ല. എന്നാൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, ബിഗ് ബോസിനെതിരായിട്ടൊക്കെ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചില്ല. അതുകൊണ്ടല്ലേ അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം വന്നത്. അവരുടെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നത് മിണ്ടല്, ചുമ്മാ ഇരിക്കുക. ഒരു ചാനലിൽ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും കൊടുത്തു പോലും നിങ്ങൾ വായി വെച്ച് മിണ്ടാതിരിക്കുക. ഞാനത് കേട്ടില്ലടോ. ഞാൻ കേൾക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അതിൽ. പിന്നെ ചോദിച്ച ചോദ്യം കേട്ടോ, 80ാമത്തെ ദിവസം വരെയെങ്കിലും റോക്കിയെ അവർ തിരിച്ചു വിളിക്കും എന്നൊരു പ്രതീക്ഷ റോക്കിക്കൊണ്ടായിരുന്നോ? എനിക്ക് ഇല്ല, വിളിക്കാണ്ടിരിക്കുക. അവരുടെ ഷോ അല്ലേ. താങ്കൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വലിയ പ്രതീക്ഷ ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയ സംഭവം. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ ഒരു ചാനലും നമ്മളാണെങ്കിലും വിളിച്ചിട്ടൊന്നും ആർക്കും ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത്? ഒരു ആസ് എ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കാന്ന് വിചാരിച്ചു. അതാ ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ പറയുന്നു. ഞാനൊരു ഇനി പറയാതെ വയ്യ സെഗ്മെന്റിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെ. റോക്കി പുറത്തു പോകരുതെന്ന് ആഗ്രഹിച്ച പലരും, തന്നെ സപ്പോർട്ട് ചെയ്ത പലരും ഹൗസിനകത്ത് ഉണ്ടായിരുന്നു. ആരാന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? എന്നെ സപ്പോർട്ട് ചെയ്ത ടീം തന്നെ നമ്മുടെ പിന്നെ ഋഷി, അതുപോലെ തന്നെ നമ്മുടെ ആൻസിബ, നമ്മുടെ അർജുൻ, അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് അതിൽ ഋഷി എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻസിബ ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരൊക്കെ എന്നെ അർജുനൊക്കെ ഒരുപാട് കാര്യം നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതിന് ഫേക്ക് കരച്ചിലായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. അതെ, ഋഷി ഒരുപാട് കാര്യം.
നിങ്ങളെ അവിടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരില് ഋഷിയും അൻസിബയും അർജുനും ഉണ്ടായിരുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അതിനകത്ത് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഋഷി ഇടയ്ക്ക് ക്യാമറ നോക്കി കരയുന്നുണ്ടായിരുന്നു, ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞ് റോക്കി. ഞാൻ അവിടെ പോയിട്ടും എന്റെ ബെഡിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം അവിടെ ആരെയും കിടത്തിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ എന്റെ ഫോട്ടോ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതിയെ അതൊക്കെ മാറി. എന്നെ കുറിച്ച് ഡെയിലി അവിടെ സംസാരിക്കുമായിരുന്നു. അപ്പം അതെന്താണ് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കട്ട് ചെയ്ത് കളയുന്നേക്കുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഫൈനലിൽ വന്നല്ലോ, ഫൈനൽ കാണിച്ചപ്പോഴത്തേക്കും എന്റെ ഒരു സീൻ കാണിച്ചില്ലല്ലോ അവിടെ ബിഗ് ബോസിൽ. ഇത്രയും 16 ദിവസം TRP റേറ്റിംഗിൽ ഏറ്റവും നമ്പർ 1 ആയിരുന്നു ബിഗ് ബോസ്. ഇതിന്റെ ചരിത്രത്തിൽ TRPയിൽ ഏറ്റവും നമ്പർ 1 ആയിരുന്നു. ലാസ്റ്റത്തെ എന്റെ ഒരു എന്റെ ആണ് 100%. ഒരു പൊങ്ങച്ചല്ലോ. അല്ലല്ല, ഞാൻ അതിന് അത്രയും ചോരയും നീരും വിയർപ്പും ഒഴുക്കിയിടും അവിടെ. ഞാൻ ചുമ്മാ ഞാൻ രാവിലെ മറ്റേ പാട്ടിടും എല്ലാരെയും മൂക്കിന്റെ തുമ്പത്തിൽ ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ. അതല്ലാതെ ഇപ്പൊ തന്നെ ശ്രീരേഖ അവിടെ ഏറ്റവും മുതിർന്ന ആളായ ശ്രീരേഖ, അവരോട് പോലും ഒരു ബഹുമാനം കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് കണ്ടപ്പോ ശ്രീരേഖ അവരുടെ കയ്യിൽ പലവട്ടം നിങ്ങൾ തട്ടി. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ റോക്കി അവിടെ ഇരിക്കുന്നു പറഞ്ഞു, നീ മാറി നിൽക്കുന്നു പറഞ്ഞു. അതായത് അവിടെ നിങ്ങൾ ബോളിന്റെ വിഷയത്തില് അത് ആ ഗെയിമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എന്തുവാണോ അവിടെ തിരിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഭാവത്തിൽ നമുക്ക് തോന്നിയിട്ടില്ല അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ചെയ്തതാണെന്ന്. കാരണം അവർ വലിയ ദേഷ്യത്തിലാണ് നിങ്ങളോട് പറയുന്നത്, റോക്കി ഇത് ശരിയല്ല, ഇങ്ങനെയല്ല, റോക്കി മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ വേദനിക്കുന്നു. ഇപ്പൊ ഗബ്രി ആണെങ്കിലും അവിടെ ഇരുന്ന് പറയുന്നത് സ്ഥാനത്തിട്ട് പലവട്ടം പറഞ്ഞ് വേദനിച്ചിട്ടാണ് ഞാൻ പ്രൊവോക്ഡ് ആയെന്ന് പറയുന്നത്. എന്തിനാ എന്നെ അറിയാനാ? എന്നിട്ട് നിങ്ങൾ എന്നെ എറി. ഞാൻ അറിയത്തില്ല, എനിക്ക് ആ സ്വഭാവം ഇല്ല. ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി നിങ്ങൾക്ക് ഒളിപ്പിച്ചാൽ നിങ്ങൾക്ക് പറയുന്നത് തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. അത് അങ്ങോട്ടാണ് ബ്രോ പോണത്. സ്മൈലി ബോൾ അതെങ്ങനെയാണ് ഒരാൾക്ക് വേദനിക്കുന്ന രീതിയിൽ അവിടെ എറിയാൻ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന് പകരം ഒരാളുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് ഒറ്റ പ്രാവശ്യം ഓക്കെ, അത് 3-4 വട്ടം ആവുമ്പോൾ എന്താണ് അതിനെ പ്രൊവോക്കിംഗ് എന്നല്ലേ, അവരെ വേദനിപ്പിക്കാൻ പർപ്പസിൽ ആ ഒരു മൈൻഡ് ഔട്ട്. അതിന്റെ കഴിവായിരിക്കും ചിലപ്പോ. ഓ അത് ശരിയാണ്, ഒരാളെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കഴിവാണ്. അതൊരു കഴിവാണെന്നാണ് അല്ല, ഇതിപ്പോ ഇത്ര സീരിയസ് വിഷയമാക്കേണ്ട ആവശ്യമില്ല, ഒരു ഗെയിമാണ്. ഗെയിമിൽ ചിലപ്പോ അത് കഴിഞ്ഞിട്ട് എന്റെ കൈ അനക്കാൻ മേലായിരുന്നു ബ്രോ. അത് ഇവിടെയൊക്കെ പോയി അത്രയും ഫോഴ്സിൽ എറിയണമെന്നുണ്ടെങ്കിൽ, അതായത് 3 പേര് ഫ്രണ്ടിൽ നിൽക്കുന്നത്, ബാക്കിൽ മറ്റേ കപ്പ് വെച്ചിരിക്കുന്നത്, ഈ 3 പേരെയും കടന്നിട്ട് വേണം ഈ ബോളിനെ അവിടെ അതിൽ ചെന്ന് കൊള്ളാൻ വേണ്ടിട്ട്. നമ്മുടെ ലക്ഷ്യം ഈ ബാക്കിലുള്ള കപ്പ് മാത്രം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പറയാം. ഇത് പറഞ്ഞു തന്നെ ഫ്രഷ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രഷ് ആയിട്ട് ഒരെണ്ണം ചോദിക്കട്ടെ. ബിഗ് ബോസ് ഷോയ്ക്ക് റോക്കിയുടെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ, ഫേക്ക് അല്ലാതെ? ഞാൻ ഒരു 0% പോലും ഫേക്ക് ആയിട്ട് നിന്നിട്ടില്ല. ഫേക്ക് ആയിട്ട് നിൽക്കാനും അറിഞ്ഞൂടാ, അതാണ് എന്റെ പ്രശ്നം. ഫേക്ക് ആയിട്ട് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്തുവാ പറയാൻ, ഞാൻ എന്റെ മാനാഭിമാനം ഒക്കെ എല്ലാം പണയം വെച്ചിട്ട് ഞാൻ ബിഗ് ബോസിന് മുമ്പ് ഒരു റോക്കി, ബിഗ് ബോസിന് ശേഷം വേറൊരു റോക്കി ആയിട്ടല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ തന്നെയാണ്, ഒറ്റ റോക്കിയേ ഉള്ളൂ. അപ്പൊ ഈ മുൻകാലങ്ങളിൽ നിങ്ങൾ ഇതുപോലെ പ്രൊവോക്ഡ് ആയവരൊക്കെ ഇടിക്കുമായിരുന്നോ? എനിക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്റെ ലൈഫിൽ. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ സംയമനത്തോടു കൂടി പക്വതയോടുകൂടി ഞാൻ അത് ഡീൽ ചെയ്യും. ഒരിക്കലും ഞാൻ തിരിച്ചിങ്ങനെ ഈ ഒരു ആക്ട് ഞാൻ ഉണ്ടാവത്തില്ല. അത് ഞാൻ പ്രേക്ഷകരുടെ പറയാണ്, നിങ്ങൾ ആരും തന്നെ ഇങ്ങനെ ഒരു ആക്ടിലൂടെ പ്രതികരിക്കാൻ നിൽക്കരുത്. അത് തെറ്റാണ്. ഓക്കെ, നമ്മൾ എത്രയൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നാലും ശരി, ഇപ്പം എൻ്റെ ഉള്ളിൽ എനിക്കേ അറിയാവൂ, ഞാൻ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ട് ഞാൻ അതിന് ഇതിൽ വെളിയിൽ പോയതാണ്. അപ്പോൾ അതിൻ്റെ വിഷമം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റ് തന്നെയാണ്. നിങ്ങളാരും അങ്ങനെ ചെയ്യില്ല. പോലീസുണ്ട്, അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുക. പുറത്താണെങ്കിൽ ബാക്കിയുള്ള നിയമ നടപടിയിലൂടെ മുന്നോട്ട് പോകുക. നിങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ നിങ്ങൾ അനുവാദമില്ലാതെ നിങ്ങളെ പുറത്ത് തൊടുകയാണെങ്കിൽ. ബിഗ് ബോസിൽ റോക്കിയുടെ വീട് വിവാദമായി. ഇപ്പൊ ഞാനിപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ പേര് വലിച്ചഴിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവിടെ ആ ഒരു സംഭവം, കുറച്ച് കാര്യങ്ങൾ, ഒരു 7 മിനിറ്റോളം നിന്ന് നീണ്ടൊരു പ്രസംഗം നിങ്ങളുടെ പിന്നെ ഹിസ്റ്ററി, വീടിനെ കുറിച്ചും അല്ലെങ്കിൽ അപ്പം മറ്റേ രതീഷ് അതിനെക്കുറിച്ച് കുറെ വിവാദങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഒരാളുടെ ബയോഗ്രഫി പറയുമ്പോൾ അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള പൊങ്ങച്ചമാണോ അടിക്കേണ്ടതെന്ന് ചോദിച്ചു. അവർക്കാർക്കും അതില്ലാത്തതുകൊണ്ട് ഇത് കാണിച്ച് മറ്റുള്ളവരെ വെറും ഒരു ഇതാക്കേണ്ടതാണോ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ബ്രോ, നമുക്ക് ഉള്ള ഒരു കാര്യത്തിനെ പുറത്ത് പറയാൻ വേണ്ടി മിനിമം ഒരു ധൈര്യം വേണം അല്ലേ? മിനിമം ഒരു ധൈര്യം വേണം. നമുക്ക് പറയാം, ഇപ്പം എനിക്ക് ഒരു ഷർട്ടേ ഉള്ളൂ, ഒരു പാൻറ്റേ ഉള്ളൂ. എനിക്ക് ബ്രോ ദാരിദ്ര്യം എല്ലാവർക്കും ഉണ്ട് ബ്രോ, അല്ലേ? എല്ലാവർക്കും ദാരിദ്ര്യമുണ്ട്. എനിക്ക് എൻ്റെ ദാരിദ്ര്യ കഥകൾ, എല്ലാവരും അവിടെ ദാരിദ്ര്യ കഥകൾ പറയണം. അയ്യോ, രതീഷിന്റെ ദാരിദ്ര്യ കഥ കേട്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് പറയാത്തത് തന്നെ.
അപ്പം അതായത് എൻ്റെ അച്ഛനും അമ്മയും ഒരു ലഡു വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ പിച്ച് തന്നു, ഒരു പടക്കം വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പൊട്ടിച്ചു എന്നൊക്കെ ഉള്ള അതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞില്ല. അപ്പം അതെങ്ങനെ മൈൻഡിൽ കിടക്കണേ. അപ്പോഴത്തേക്കും ഞാനത് ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അല്ലെങ്കിൽ എന്തുവാ ആ ഒരു ലെവലിലാണ് പറഞ്ഞത് ബ്രോ. അത് നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. സോ ആൾക്കാർ ഇപ്പം ഞാൻ അങ്ങനെ ഭയങ്കര മറ്റേ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട അങ്ങനെയൊന്നും അല്ല ബ്രോ. ഭയങ്കര വീടിന്റെ പ്രമാണം ബാങ്കിൽ ഒരാളുടെ അച്ഛന് വിളിക്കുക, അല്ലെങ്കിൽ അവിടെ ബിഗ് ബോസ് നിങ്ങൾ വിളിച്ചല്ലോ, തന്തയ്ക്കൊക്കെ വിളിച്ചല്ലോ, നിങ്ങൾ അതൊക്കെ ശരിയാണോ? തൃശ്ശൂർ നിന്റെ അച്ഛന്റെ വകയാണോടോ എന്നാണ് ചോദിച്ചത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആണോടോ എന്നാണ് ചോദിച്ചത്. ആണോ അല്ലേ? നിന്റെ വകയാണോ, നീ ഉണ്ടാക്കിയാണോ ചോദിക്കുന്നത്? നിന്റെ അച്ഛന്റെ വകയാണോ എന്ന് ചോദിക്കുന്നത്. എന്നാലും അച്ഛന് പറയുന്നല്ലേ, അതൊക്കെ ശരിയാണോ? അതൊരു മാന്യതയാണോ? ഓൾ മൊത്തം ടോട്ടല് റോക്കി എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ്സ് ഇല്ലാത്ത, ആരോട് സഹതാപം ഇല്ലാത്ത, ഭയങ്കര റൂഡായിട്ടുള്ള, റോക്കി എന്ന പേര് പോലെ റോക്കായിട്ടുള്ള ഹാർട്ടിനുടമയായിട്ടുള്ള നിഷേധിയായ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ പറയും? ഞാൻ അതിനെ ശക്തമായിട്ട് നിഷേധിക്കുന്നു. ശക്തമായിട്ട് 100%. എന്നെ പോലെ ഒരു നല്ല മക്കൾ അറിഞ്ഞില്ലേ തൃശ്ശൂര് സുരേഷ് ചേട്ടൻ കൊണ്ടുപോയി തൂക്കിയത് അറിഞ്ഞില്ലേ? ഒന്നും അറിയാതാണോ സംസാരിക്കുന്നത്? അതിലൊക്കെ ജനറൽ നോളജ് ഒക്കെ വേണ്ട ഇടയ്ക്കൊക്കെ. പൊളിറ്റിക്സ് ആണോ ഇത്? നമ്മുടെ സുരേഷ് ചേട്ടൻ പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല, അദ്ദേഹം സ്റ്റാർ ആണ്, ആക്ടർ ആണ്. ട്രോള് കിട്ടി ആദ്യം തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജയിച്ചു കാണിച്ചില്ലേ? അതാ കാണിച്ചില്ല. പക്ഷെ റോക്കി കാണിച്ചില്ല ജയിച്ച്. റോക്കി എവിടെ ജയിച്ചത്? റോക്കി തോറ്റിരിക്കുവല്ലേ ഇവിടെ ഇരിക്കുന്ന. എനിക്ക് ഈ ചാനലിൽ ചുമ്മാ വഴി പോണ ഒരാളെ പിടിച്ചിരുത്തോ? ഞാൻ ജയിച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തിക്കുന്നത്. നിങ്ങൾ വിവാദ നായകനായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരുത്തിക്കുന്നത്. അല്ല, നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ജിൻഡോയെയോ ജാസ്മിനെയോ ജിജോയെ ഇരുത്തിയാ പോലെ. നിങ്ങൾ ജയിച്ചോളൂ. നിങ്ങൾ തെറ്റിദ്ധാരണ. വിവാദ നായകൻ എന്ന് പറഞ്ഞു വിവാദ നായകൻ, തീർച്ചയായിട്ടും വിവാദ നായകൻ എന്ന് ഞാൻ പറയാം. നായകനായല്ലോ അല്ലെ എല്ലാവർക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ബിഗ് ബോസ് സീസൺ 7 ഇനി ഉണ്ടാവും എന്തായാലും. അതിലേക്ക് വിളിച്ചാ പോവോ? വിളിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? വിളിക്കത്തില്ല ബ്രോ. അത് ആ ഷോ അജണ്ട അങ്ങനെയാണ്. ഒരാൾക്ക് വിളിക്കുന്ന ആഗ്രഹമുണ്ടോ? വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ എന്താ എനിക്ക് അറിഞ്ഞൂടാ. അത് മീൻസ് അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഇനി ഞാൻ പോയി ചെയ്ത് കഴിഞ്ഞാലേ അതൊക്കെ ആൾക്കാർക്ക് എത്രത്തോളം ആൾക്കാർ എടുക്കും. പുതിയ ആൾക്കാർ വരണല്ലോ. പുതിയ ആൾക്കാർ വരട്ടെ. ഒരു കാര്യം അൾട്ടിമേറ്റ് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ സിജോയുടെ വിഷയത്തിലേക്ക് അതിലേക്ക് പിന്നെ വരുമല്ലേ, എന്തെങ്കിലും ചോദിക്കട്ടെ. സിജോയെ അടിക്കുന്നതിന് പകരം സിജോയോട് ഒരു 5 ഡയലോഗ് ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ സിജോയായിട്ട് കണ്ടോളൂ, ഞാൻ സിജോ കുണുവാവയാണോ എന്നൊക്കെ ചോദിക്കും. ഒരു 5 ഡയലോഗ് ആയിരുന്നെങ്കിൽ, ഈ അടിക്ക് ഒരു 5 ഡയലോഗ് ആയിരുന്നു റോക്കി പറയുന്നത്, എന്ത് പറയുമായിരുന്നു? റോക്കി അല്ലാതായിരിക്കണം. റോക്കി അല്ലാതായിരിക്കണം. ഓ, അപ്പൊ നിങ്ങളിപ്പോ ആ സൈക്കോ എപ്പോഴും അത് വിട്ടിട്ടില്ലല്ലേ? നേരിട്ട് കണ്ട അപ്പൊ സിജോ ഇപ്പൊ ഇടിക്കും. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലേ? ഇപ്പം ഞാൻ പറയാം, മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട് അല്ലേ? ആ മൃഗമല്ലേ നിങ്ങൾ പുറത്തേക്ക്? മൃഗത്തിൽ എത്ര ടൈപ്പ് കാറ്റഗറി ഓഫ് പിന്നെ ഇതുണ്ട് അനിമൽ? നിങ്ങൾക്കല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ 25 പൂച്ചകളൊക്കെ നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞ റഷ്യൻ കാറ്റ്സ് ഒക്കെ നിങ്ങൾക്കല്ലേ ഉള്ളത്? താങ്കൾക്ക് ആനയെ ഇഷ്ടമാണ്? ആനയെ വളർത്താൻ താങ്കൾ താല്പര്യപ്പെടും? ആനയെ ഇല്ല. ആന ഇഷ്ടമുള്ള എത്ര ആൾക്കാർ ഉണ്ടല്ലോ. നമ്മുടെ ജയറാമേട്ടനൊക്കെ ആനയില്ലേ? അതാണ് അതായത് ഹ്യൂമനിലും ഉണ്ടോ, ഹ്യൂമനിലും ഉണ്ട്. പിന്നെ ആനയുണ്ട്, പുലിയുണ്ട്, പട്ടിയുണ്ട്, പന്നിയുണ്ട്, കഴുതയുണ്ട്, പൂച്ചയുണ്ട്, പല്ലിയുണ്ട്, പഴുതാരമുണ്ട്. ഹ്യൂമനിൽ ക്യാരക്ടർ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ എന്റെ ക്യാരക്ടർ. അപ്പൊ ഇതിൽ എന്ത് ക്യാരക്ടറായിട്ട് താൻ ഒരു ആനിമൽ ആണെങ്കിൽ ഏത് സെഗ്മെന്റിൽ ഇറക്കും തന്നെ? 100% ലിയോ. താങ്കളെ സോറി, ഞാൻ ഓഡിഷൻ തന്നെ പറഞ്ഞ ഞാൻ 100% ആൽഫ മെയിലാണ്. 100%. ഓക്കെ. ഒരു ആനിമൽ ആയിട്ട് ഇറക്കുവാണെങ്കിൽ താങ്കൾ ആരെയായി? ഏത് ലിയോയാണ് എന്റെ ജന്മനക്ഷത്രം. ലിയോ ജന്മനക്ഷത്രം. ഓക്കെ. അപ്പം ആരായിരിക്കും? ലയൺ. ഗർ ലയൺ. ശരി, ലയൺ കിങ് ആണ് ഒരു കാട്ടിലെ. അതെ, അതൊരു ആനിമൽ ആണെങ്കിൽ പോലും അതിന്റെ നീതി അത് കാണിക്കല്ല ഇപ്പോഴും ഇരകളോട്. പക്ഷെ താങ്കൾ അത് കാണിക്കുന്നുണ്ടോ? എല്ലാരെയും ഒരുമിപ്പിച്ച് നിർത്തുക, അനീതിക്കെതിരെ അനീതിക്കെതിരെ പോരാടി. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ മത്സരാർത്ഥികൾക്ക് പോലും തോന്നിയിട്ടില്ല താങ്കൾ അനീതിക്കെതിരെയാണ് പോരാടുന്നത്. താങ്കൾ വിളിച്ച് ചോദിക്കണം. കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് താങ്കൾ ചോദിക്കണം. അവര് പറയും റോക്കി അതിനകത്ത് ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന്. ഇതുവരെ ഇപ്പൊ ഇറങ്ങിയിട്ട് ഇപ്പൊ ഷോ കഴിഞ്ഞ് കുറെ ആൾക്കാർ പുറത്തിറങ്ങുന്നത്, ആരും ഇതുവരെ റോക്കിയെ നീതീകരിച്ച് കണ്ടില്ല.
ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇല്ല, ഇല്ല. അവർക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്ന ഉറപ്പായിട്ടും പറഞ്ഞു നിങ്ങളൊന്ന് ചെയ്തത് തെറ്റാണ് റോക്കി. ഞങ്ങൾ പറയുന്നു റോക്കി മാന്യനായിരുന്നു, അല്ലെങ്കിൽ റോക്കി നല്ല കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഒരാളും ഇന്നേ വരെ തന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ന്യായീകരിക്കാൻ പറ്റുമോ? അത് തെറ്റ് തന്നെയാണ്. തെറ്റാന്ന് സമ്മതിച്ചല്ലോ, തെറ്റാന്ന് സമ്മതിച്ചു. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അല്ലേ? അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നമുക്ക് അറിയാതെ ചെയ്ത തെറ്റിന് ശരി. ഇനി നമുക്ക് ആ വിഷയം പെടാം. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാപ്പ് ചോദിക്കുന്നവൻ ആരാണ്? ആരാണ്? മനുഷ്യൻ. മനുഷ്യൻ. മാപ്പ് കൊടുക്കുന്നവൻ ആരാണ്? ദൈവം, അല്ലേ? മനുഷ്യരാ, അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സിജോയുടെ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ ഇൻ പേഴ്സൺ ചെന്ന് അയാളോട് മാപ്പ് തന്നെ താങ്കൾക്ക് പറയാം. അതിനുള്ള സിറ്റുവേഷൻ ഞങ്ങൾ അവസരം ഉണ്ടാക്കി തരാം, അല്ലെ? എനിക്ക് എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് തോന്നണോ. അതിനെയാണ് മനുഷ്യൻ, നമ്മൾ മനുഷ്യൻ മറ്റേ കുറ്റബോധം അല്ലെങ്കിൽ ഗ്രീഫ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് അത് തീരെ തോന്നിയിട്ടില്ല, കുറ്റബോധം. സ്റ്റിൽ യു ആർ സേയിങ് ദാറ്റ്. അതാണ് തന്റെ അരഗൻസി എന്ന് ഞാൻ പറഞ്ഞു. താങ്കളുടെ അരഗൻസി എന്ന് ഞാൻ പറയുന്നതാണ്. ചെയ്തില്ല. അപ്പോൾ സിജോ ചെയ്ത് പ്രൊവോക്ക് ചെയ്തെന്ന് ആരും പറയാത്ത. പേഴ്സണലി അബ്യൂസ് ചെയ്തിട്ടില്ല വൃന്ദ. സിജോ ഒരാളെ അടിച്ചിട്ടില്ല. സിജോ എന്നാൽ അവിടെ ആരും എല്ലാരും പ്രോഗ്രാം ആണ്, അർജുൻ എല്ലാരും പ്രോഗ്രാം ആണ്, സിബിൻ എല്ലാരും. പക്ഷെ ആരും ആർക്ക് റൈറ്റ് ഇല്ല, നേരത്തെ തൊട്ട് ഉപദ്രവിക്കാൻ ഒരാളെ പരിക്ക് പറ്റിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല. സോ യു ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ഇപ്പൊ ഇങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരി വന്നിട്ട് നിങ്ങളെ തലയിൽ പിടിച്ച് ഇങ്ങനെ ആക്കിയാലോ എന്തുണ്ടാവും? അങ്ങനെ ഒന്ന് ആക്കി ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസറോട് പരാതിപ്പെടും. ഞാനൊരു ഷോയിലിരിക്കുന്ന ഒരു ബോധം എനിക്കുണ്ട്. ഞാൻ റോഡിലല്ല നിൽക്കുന്നത്. പക്ഷെ അതൊരു റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റി ഷോയിൽ ആ ഷോയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം റിയാലിറ്റി ഷോ ഞാൻ ആദ്യം ബിഗിനിങ്ങിൽ ചോദിച്ചല്ലോ, ഒറിജിനൽ ആണെങ്കിൽ അടിക്കണോ? ഞാൻ റോക്കി ചോദിക്കട്ടെ, ഒറിജിനൽ ആണെങ്കിൽ റോക്കിക്ക് അടിക്കണോ? അതാണോ അടിക്കുക എന്നുള്ളതാണോ റോക്കി ഉദ്ദേശിക്കുന്നത്? ഒറിജിനൽ ആവുന്ന വെച്ചാൽ ഒരാളെ പരിക്കേൽപ്പിക്കുക, ഒരാളെ അടിക്കുക, തൊടുമ്പോഴത്തേക്ക് ഞാൻ ഡിഫെൻഡ് ചെയ്തു, അല്ലേ? റോക്കി, ഇപ്പൊ ഞാനിപ്പോ താങ്കളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, താങ്കൾ എന്നെ അടിക്കോ? സ്ത്രീകളെ അടിക്കോ? ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയല്ല തൊടുന്നത്. സ്ത്രീകൾ പുരുഷന്മാർ എന്നെ അടിക്കോ? ശരി, ഓക്കെ, അത് വിട്ടേക്ക്. നമ്മുടെ പ്രബോധനത്തിൽ ഇപ്പോഴും അതൊക്കെ ഉണ്ട്. ഈക്വാലിറ്റി ഒക്കെ ചുമ്മാ പറച്ചില്ല മാത്രം. എന്നെ അടിക്കോ താങ്കള്? നീ തൊട്ടിട്ടില്ലല്ലോ, ഇറിറ്റേറ്റ് ചെയ്തിട്ടല്ലോ. മുഹമ്മദ് ഹസീബ് ഷാഹുൽ ഹമീദ് ഖദീജ എന്നാണ് എന്റെ ഫുൾ പേര്. മുഹമ്മദ് ഹസീബ് ഷാഹുൽ ഹമീദ് ഖദീജ. ഷാഹുൽ മീ ഖദീജ. ഖദീജ എന്ന് എന്റെ ഉമ്മാന്റെ പേരാണ്. ഓക്കെ, മനസ്സിലായോ? എന്റെ ഉമ്മ സ്ത്രീയാണ്. അതെ, തീർച്ചയായിട്ടും എല്ലാ ഉമ്മമാരും സ്ത്രീകളാണ്. സ്ത്രീകളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ആളാണ്. ആണോ? മനസ്സിലായോ? എന്നിട്ട് ആ ഒരൊറ്റ ബഹുമാനം പോലും ആ ബിഗ് ബോസ് സീസണിൽ കണ്ടില്ല. ആ ബഹുമാനം ഞാൻ ഇങ്ങോട്ടും ഞാനൊന്ന് തൊട്ടോട്ടെ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോട്ടെ, അടിക്കോ? അയ്യോ, അങ്ങനെ നോക്ക്. ഇതിപ്പോ ചോദിച്ചിട്ടല്ലേ, ഇതിപ്പോ ചോദിച്ചിട്ടല്ലേ തൊടുന്നേ, അല്ലാതെ കോമഡി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിനാണ് ഈ 14 വർഷം ഇടവേള എടുത്തത്. മോശമായി പോയി കേട്ടാ. ഇത്രയും വേണ്ടായിരുന്നു. ഇത്ര ആക്രമണകാരിയെങ്കിലും റോക്കി നല്ല തമാശകൾ പറയുന്നു. ഇത്രയും വേണ്ടായിരുന്നു. 14 വർഷത്തെ കാര്യം. ഓക്കെ, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ബിഗ് ബോസ് റോക്കിയുടെ കണ്ണിലൂടെ കണ്ട ബിഗ് ബോസ് ഹൗസ് എന്താണ്? ഒരു മൊത്തത്തിലൊരു ഡിസ്ക്രിപ്ഷൻ അതിനെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞേട്ടാ, ബിഗ് ബോസ് എന്നൊരു സമൂഹമാണ്. സമൂഹം അവിടെ ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തിലുള്ള പല ടൈപ്പ് വ്യക്തികളാണ്. അതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? സത്യസന്ധനുണ്ടാവും, കള്ളനുണ്ടാവും, കൊലപാതകി ഉണ്ടാവും, മോഷ്ടിക്കുന്നവനുണ്ടാവും, അതുപോലെ തന്നെ വളച്ചൊടിക്കുന്നവനുണ്ടാവും, പിന്നെ തന്ത്രശാലി ഉണ്ടാവും, കുറുക്കനുണ്ടാവും, സൂത്രശാലി ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പം നേരെ പോകുന്നുള്ളവനും ഉണ്ടാവും അതിൽ ആ സമൂഹത്തിൽ, അല്ലേ? അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാർ തമ്മിൽ ജീവിക്കുമ്പോൾ ഇവരുടെ ഇടയിലുണ്ടാവുന്ന സാമൂഹിക പ്രശ്നങ്ങളെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു? വൈകാരികമായി കൈകാര്യം ചെയ്യുന്നുണ്ടാവാം, ആശയപരമായി കൈകാര്യം ചെയ്യുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ പല രീതിയിൽ അവർ കൈകാര്യം ചെയ്യും. അത് ജനങ്ങളിലോട്ട് എങ്ങനെ കൺവേ ആവുന്നു? ഓക്കെ, അയാൾ ചെയ്ത ഈ കാര്യം കൊള്ളാം, നല്ല അടിപൊളിയാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അതിൽ നിന്നൊരു നല്ലൊരു വ്യക്തി വരെയാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ലാസ്റ്റ് നമ്മളോട് കണ്ട ആ കാര്യത്തിൽ ആ പുള്ളിക്കാരൻ ചെയ്ത ഇത് അടിപൊളിയാണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് അത് കൊണ്ടുവരാം. അങ്ങനെ ജനങ്ങളുടെ ഇടയിലോട്ട് ഒരു മാതൃകയാകുന്ന ഒരാൾക്ക് അയാളാണ് ലാസ്റ്റ് ബിഗ് ബോസ് ആവേണ്ടത്, അല്ലേ? അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു മാതൃക ആക്കേണ്ട ഒരാളായിട്ട് ഞാൻ ഒരിക്കലും ജിൻഡോയെ കാണുന്നില്ല. ഇത് ഇനി കോൺട്രവേഴ്സി ആയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നോട് ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതേ ഒന്നിലും ചെന്ന് ചാടല്ലേ, ആവശ്യമില്ലാതെ ഒന്നും പറയല്ലേ എന്നാണ് പറഞ്ഞു വിട്ടത്. ഞാൻ ഇവിടെ വരെ വന്നതുവരെയും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ട് വന്നത്. പക്ഷേങ്കിൽ സത്യം പറയണോ കള്ളം പറയണോ നേരത്തെ ചോദിച്ചല്ലോ,
എനിക്ക് സത്യം പറയാനേ അറിയാവൂ. ഈ സത്യം പറയണവർക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടക്കില്ല. ഞാൻ സത്യം പറയണോ സത്യം പറയണം, കള്ളം പറയുന്നത് അത് കൂടുതൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ പറയും. പ്രതികരണ ശേഷിയുള്ളവർക്കും അതാ പ്രതികരണ ശേഷിയുള്ളവർ ധൈര്യശാലികൾ എന്നല്ലേ പറഞ്ഞു, നായകൻ എന്നല്ലേ പറഞ്ഞു. ധൈര്യശാലികൾ ഹേറ്റേഴ്സ് കൂടുന്നവർക്ക് പേടിക്കുന്നത് എന്തിനാ പേടിക്കുന്നത്? എന്തിനാ? അതാണ് നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ അടിക്കും. പേടിപ്പിച്ച് വിട്ടാലും നമ്മൾ പേടിക്കത്തില്ല. അതാണ് ജനറ്റിക് എന്ന് പറയുന്നത് അല്ലേ? ജനറ്റിക് എന്ന് പറയും. ഒരു ധാർഷ്ട്യമുണ്ട് ആ സംസാരത്തിൽ, പാരമ്പര്യത്തിന്റെ ധാർഷ്ട്യമാണ് ഇപ്പൊ പറയുന്നിരുന്നത്. അതായത് ചൊറിഞ്ഞാൽ അടിക്കും, ചൊറിഞ്ഞാൽ അടിക്കും, അല്ലെങ്കിൽ തൊട്ടാൽ അടിക്കും, സംസാരിച്ചാൽ അടിക്കും. അത് ആ ധാർഷ്ട്യമുണ്ട്. എന്റെ അനുവാദമില്ല. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ, എന്റെ മകൻ, എന്റെ വീട്ടിൽ എല്ലാവരും കൂടെ പുറത്തോട്ട് പോയെന്ന് വെച്ചു. ഒരുത്തം കുടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാനും മുമ്പേ അറിയാന്നുള്ള വന്നിട്ട് എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി. അവരെ ഇത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്ത്. നിന്നെയാണെന്ന് വെച്ചോ, നിന്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് ഈ താഴിലൊക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ച് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് അത് അല്ല, ഇപ്പൊ ഈ പ്രാങ്ക് ചെയ്യുമ്പോഴൊക്കെ സാധാരണ അതാ ദേവി ഇത് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേര് മാറ്റേണ്ടി വരും, ഇവർക്ക് ഇൻട്രൂഡേഴ്സ് എന്ന് പേര് കൊടുക്കാം. ഇങ്ങനെ ചീവുകളെ പോലെ ഇരിക്കുക അവിടെ ചെവി തിന്നാനായിട്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഇത്, സീസൺ 6. പക്ഷെ ഇത് തുടക്കം വെച്ചത് ഡോക്ടർ റോബിനാണ്. ഈ വഴക്കും ബഹളവും ഒക്കെ അതിനെ പുള്ളി അനുകരിക്കുകയാണോ താങ്കൾ ചെയ്തത്? താങ്കൾ ആ സീസൺ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ഇമിറ്റേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യം. താങ്കൾ ശരിക്കും ആ ഒരു റോബിനുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ നിങ്ങൾക്ക് പറ്റൂല ബ്രോ. അതെന്താ? ഡേ 1 മുതലേ വന്ന് 16 പോയതാണ്. അല്ല, റോബിന്റെ സൗണ്ട് താങ്കളുമായിട്ട് നല്ല സാമ്യം ഉണ്ടല്ലോ. എപ്പോഴാണ് വന്നത് ആ ഒരു പവർ അത് ഭയങ്കര. എത്രയോ ആൾക്കാർ സൗണ്ടുമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും റോബിനുമായിട്ടുള്ള എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതൊക്കെ പുതിയ സംഭവങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിക്കോ. അല്ല, ഫേക്ക് ആയി ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഞാൻ പറഞ്ഞുണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ റോബിനെ അനുകരിക്കുവാണോ എന്നാണ് ചോദിച്ചത്. നമ്മളാണ്, അല്ല വേറെ ആളെ കമ്പയർ ചെയ്യാൻ പാടില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മളെ വേറൊരാളെ കമ്പയർ ചെയ്യുന്നത്. ഓ ആയിക്കോട്ടെ. എപ്പോഴും എന്നാലും ആ ഒരു അരഗൻസ് എപ്പോഴും ആ ഒരു മറുപടികളെല്ലാം അരഗൻസ് നിലനിൽക്കുന്നു എന്നാണ്. മാപ്പിന്റെ കാര്യത്തിലായാലും സ്മാർട്ട്നെസിന്റെ കാര്യത്തിലായാലും. ഓക്കെ, നട്ടലുള്ള രാജകുമാരൻ ഡെഫിനിഷൻ ഉറപ്പായിട്ടും ഞാൻ തന്നെ. എല്ലാം ഞാൻ തന്നെയാണല്ലേ? 100% എനിക്ക് നല്ല നട്ടലുണ്ടായിരുന്നു. ഞാൻ നട്ടല്ലു വെച്ചിട്ടാണ് അവിടെ നിന്നത് തന്നെ. എൻ്റെ നട്ടലിൻ്റെ ബലത്തിലാണ് ഞാൻ അവിടെ നിന്നത്. പക്ഷേ എൻ്റെ നട്ടല് കേട്ടോ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. എൻ്റെ A4 A5 ഒരു ക്രിട്ടിക്കൽ സർജറി, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് സർജറി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 6 സ്ക്രൂ എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്കൊരു സിറ്റുവേഷനിൽ നടക്കാൻ പറ്റില്ലായിരുന്നു. അതായത് 2018 2019 ഞാൻ ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂരിൽ മേജർ സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഈ ഷോ കണ്ടിട്ട് ഈ ഷോയിൽ ഞാൻ വരുമെന്ന് അന്ന് തീരുമാനിച്ച ഒരാളാണ്. ആ കാലഘട്ടത്തിൽ പോലും ഞാൻ ഈ ഷോയിൽ ഉണ്ടാവും. ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഐ ആം നോട്ട് ഇൻ്റലിജൻറ്റ്, ഐ ആം നോട്ട് സ്മാർട്ടസ്റ്റ്, ഐ ആം നോട്ട് ബിഗ്ഗസ്റ്റ്, ഐ ആം നോട്ട് ടോളസ്റ്റ്, ഞാൻ ഒന്നുമല്ല, ഞാൻ നത്തിങ്. പക്ഷെ എനിക്ക് കറേജ് ഉണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള കറേജ് ഉണ്ട്. അപ്പം ആ ഒരു കറേജിൻ്റെ പുറത്താണ്. സോ എനിക്ക് എൻ്റെതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും എൻ്റെയിലുണ്ട്. അതിൽ ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതർവൈസ് ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ആളാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കരപ്പെട്ട ലക്ഷറി പണം മീൻസ് എനിക്ക് തോന്നുന്നു 2017 എൻ്റെ മകന് ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു പീസ് കേക്ക് 50 രൂപ പീസ് കേക്ക് മാത്രം വാങ്ങിച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ശാസ്തമംഗലത്തിന് മണ്ണാമൂല വരെ നടന്നു വന്നിട്ടുണ്ട്. വണ്ടിയിലാണ്. എനിക്ക് എല്ലാം ഉണ്ടായിരുന്നോ, എല്ലാം ഉണ്ടായിരുന്നു. കുറെ ബിസിനസ്, കുറെ ആൾക്കാരൊക്കെ പറ്റിച്ച്, കുറെ ആൾക്കാര് മീൻസ് ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിൽ ആൾക്കാർ കേട്ടതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ലൈഫിൽ. ഞാൻ ഒരു പ്രാവശ്യം വീണ് പോയിട്ടുള്ള നമ്മൾ വീണ് പോയിട്ടുള്ള ആൾ. ഞാൻ വീഴുമ്പോഴൊക്കെ വീണ്ടും കഴിച്ച് പറക്കും, വീണ്ടും ഒഴിച്ച് മുന്നോട്ട് പോകും. നമ്മൾ ആരും പിടിച്ചെഴുന്നേൽപ്പിക്കും. നമ്മളതിന് അതുപോലത്തെ ഒരു വീഴ്ചയാണ് എനിക്ക് ഈ ബിഗ് ബോസിൽ വീണത്. അത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പൂർവാധികം ശക്തിയോടെ ഞാൻ എഴിച്ച് പറക്കുക തന്നെ ചെയ്യും. ഇപ്പൊ റോബിന്റെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞില്ല, എന്നെ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇഷ്ടമല്ല താങ്കൾക്ക് റോബിന്റെ സൗണ്ട്. പക്ഷെ ഭയങ്കര ഫാൻഷിപ്പ് ഉള്ള ഒരാളാണ് റോബിൻ. എന്നെ എല്ലാവരും പറയുന്നത് ഞാൻ രഞ്ജിനി ഹരിദാസ് ആണെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ എന്നെ ട്രോളുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? പക്ഷെ എനിക്കത് മോശമായിട്ട് തോന്നിയിട്ടില്ല. അയ്യോ അങ്ങനല്ല, രഞ്ജിനി ഹരിദാസ് ഒരു മോശം വ്യക്തിയാണെന്നാണ് അപ്പൊ താങ്കൾ പറയുന്നത്. നോട്ട് ഇമിറ്റേറ്റിംഗ്. രഞ്ജിനി ഹരിദാസിന്റെ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്. അവർ ആങ്കറിംഗിന്റെ തലങ്ങൾ തിരുത്തിയ, നോട്ട് അനുകരിക്കൽ. അങ്ങനല്ല, രഞ്ജിനി ഹരിദാസിനെ പോലെ ഞാൻ എൻജോയ് ചെയ്യുന്നു. അത് നമ്മുടെ ഇഷ്ടമല്ലേ?
രീതിയിലുള്ള കോസ്റ്റ്യൂം ഇട്ട് അല്ലല്ല ആൾക്കാർ പറയുന്നത് നമ്മൾ അതാണ് enjoy എനിക്ക് ചെയ്യുന്നു. തോന്നി താങ്കൾ ആരെയും അനുകരിക്കുന്നത് ഒരു സ്വന്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് താങ്കളെല്ലാം കടമെടുത്താണ് പ്രവർത്തിക്കുന്നത്. കടമെടുത്ത് പ്രവർത്തിക്കുകയല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അത് ഇഷ്ടമാണ്. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞാൽ അങ്ങനെ എന്റെ ഇഷ്ടമാണ് അടുത്ത് രാവിലെ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഷാരിക എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. പുള്ളിക്കാരി ഭയങ്കര ഷാർപ്പാണ്, കുറച്ച് ഇതായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. പക്ഷെ റോക്കിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന മുഴുവനും കുറെ കൂടെ എന്താ പറയുന്നത് അരഗന്റ് ആയിട്ട്, ഞാൻ പ്രതീക്ഷയിലും അരഗന്റ് ആയിട്ടാണ് ഇവിടെ നിന്ന് സംസാരിച്ചത്. എന്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. എന്നെ അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് പോലും, പക്ഷെ അടിച്ചില്ല, ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ഇരിക്കുന്ന ഹോട്ട് സീറ്റിലാണല്ലോ. അപ്പൊ ജനങ്ങളോട് ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് റോക്കിക്ക് എന്താണ് പറയാനുള്ളത്? ബ്രോ, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനാണ്, മനസ്സിലായോ? ഞാൻ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും ഒക്കെ പേറി വളരെയധികം, അതായത് എനിക്ക് പറ്റുന്നതിനെക്കാളും പറ്റാത്തതാണ് ബ്രോ കൂടുതൽ, മനസ്സിലായ? പക്ഷേങ്കിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായതുകൊണ്ട്, നമ്മുടെ ഒന്നും ആരും പിടിച്ചിങ്ങനെ മേളിക്കൊണ്ടുവന്ന് വെക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ പൊരുതി ജീവിക്കുന്നവരാണ്, അല്ലേ? പൊരുതി ജീവിക്കുന്നവന് കുറച്ച് വീര്യം കൂടും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, സോ നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഇത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, മനസ്സിലായോ? ജിൻഡോയെ കുറിച്ചായിരുന്നാലോ അഖിലിനെ കുറിച്ച് ആരെക്കുറിച്ച് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടോ, ഇതെല്ലാം എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ എന്നെ കണക്കാക്കണ്ട, അത് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് വെറും വൃത്തികെട്ട രീതിയിൽ ഉള്ള കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് ഒരുപാട് പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പോൾ റോക്കി മാസ് ഹീറോ ആയിട്ട് അടിച്ചു പൊളിച്ച് കയറുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ തന്നതിനും ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്നതിനും ഒരുപാട് നന്ദി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും, അതുപോലെ തന്നെ എനിക്ക് കിരണിൻ്റെയും ബൃന്ദയുടെയും ഷാരികയുടെയും അതുപോലെ തന്നെ ഈ ഒരു അതിമനോഹരമായ ക്രൂവിൻ്റെ കൂടെയൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റിയതിൽ ഞാൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.